ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം അത്യാവശ്യം ചൂട് കട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ കേട്ടോ നല്ലത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഇവിടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതേ അളവിൽ തന്നെ ഇഞ്ചിയാണ്. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അത്യാവശ്യം എരിവുള്ള തന്നെ ഒരു 5 പച്ചമുളകാണ്. അതൊന്ന് അരിഞ്ഞ് വെച്ചതും കൂടെ നമുക്ക് ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം എന്താ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുത്തതായിട്ട് അത്യാവശ്യം എരിവുള്ള തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി സെറ്റാവുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്തൊക്കെ തീ ഞാനൊരു മീഡിയം ആട്ടോ വെച്ചിരിക്കുന്നത്. തീ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തീ ഒന്ന് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇത് കൂടുതൽ നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടിക്കോളും. ഇപ്പം തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ വന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് സാധാരണ പച്ചവെള്ളം, നോർമൽ വാട്ടർ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒന്നുമല്ല. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാറിലേക്ക് വേണ്ട മെയിൻ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഉലുവ പൊടിച്ചതാണ് കേട്ടോ. വറുത്ത് പൊടിച്ച 1 ടീസ്പൂൺ ഉലുവ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ കായപ്പൊടിയും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അതായത് 1 ടീസ്പൂൺ കായപ്പൊടി. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇതാണ് നമുക്ക് ആ അച്ചാറിന് നല്ല ടേസ്റ്റ് വരുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പിൻ്റെ അളവ് പിന്നീട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ നമുക്കത് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ എടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള 1 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ മാങ്ങയിലൊക്കെ ആ ഒരു ഗ്രേവി ഒന്ന് പിടിച്ചെടുക്കുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1-2 സാധനങ്ങളൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വല്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയുണ്ട്. ആ ഒരു പുളിയും മധുരവും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതായത് ആ ഒരു മസാലയായിട്ട് ഇതൊന്ന് മാങ്ങി ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം ഏതാണ്ട് അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയുടെ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി ഒന്ന് വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം തന്നെ എന്താ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാ മാങ്ങയിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു മസാല പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടേക്ക് കെയർ ഓൺ ബൈ.